ഹായ് ഫ്രണ്ട്സ്, അപ്പൊ നമ്മളിനി ഇന്ന് കാണാൻ പോകുന്നത് എന്താണെന്നറിയോ? ഒരു ഗ്രാൻഡ് മേക്കപ്പ് ആണ് അല്ലെ. അപ്പൊ നാളത്തെ മതി ഇന്നത്തെ ഒരു പ്രോഗ്രാമിൽ ഒരു ഗ്രാൻഡ് മേക്കപ്പ് കാണിച്ചു തരാം. ഇപ്പൊ ഒരു 3:30-3:45 അവരുടെ മേക്കപ്പ് ആളെത്തിയത്. എനിക്ക് എഴുതുന്നില്ലായിരുന്നു മേക്കപ്പ്. അതേ കുട്ടി തന്നെയാണ് വന്നിരിക്കുന്നത്. പ്രോഗ്രാം എന്താന്ന് ഇവർ രണ്ടാളും പറയട്ടോ. എന്തിനു വേണ്ടിയിട്ടാ മേക്കപ്പ് ചെയ്തെന്ന് മക്കൾ രണ്ടാളും പറയും. അതെ, അപ്പൊ ഈ മേക്കപ്പ് ഇന്ന് ഇങ്ങനെ ഒരാളെ വീട്ടിലേക്ക് വിളിച്ചിട്ട് ഇത്രയും എമർജൻസി ആയിട്ട് ചെയ്യുന്നത് എന്താന്ന് പറഞ്ഞിട്ട് വേറെ ഒന്നുമല്ല, ഇന്ന് നമ്മുടെ ബേബി ഷവർ ആണ്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇരുന്ന് കൊടുത്തിരിക്കുന്നത് മേക്കപ്പ്. ഇന്നലെയും ഇന്നും അല്ലെ 2-3 ദിവസമായിട്ട് നല്ല തിരക്കായിരുന്നു അല്ലെ. ഫുള്ള് ഇന്നലെ ഇവള് വന്നു. സെയിം മിനിഞ്ഞാന്ന് വന്നല്ലേ? ആ ശരിയാ. ഇന്നലെ അത് ശരിയാണല്ലോ അല്ലെ. ഇന്നലെ രാത്രി മെഹന്തി ഇടാൻ വന്നു. ഒരു 12 മണി വരെ അതായിരുന്നു. അപ്പൊ അതിന്റെ ക്ഷീണം കൂടെ ഉണ്ടെന്ന് മുഖത്ത് അല്ലെ. അപ്പൊ അത് കഴിഞ്ഞപ്പോ നേരത്തെ ഇന്ന് ഏകദേശം ഇവിടെ കിട്ടിയതാണ് നമുക്ക് ഇന്ന്. അത് 3 ദിവസം മൂന്നല്ല, ഓൾമോസ്റ്റ് കുറെ ദിവസമായിട്ട് തിരക്ക് തന്നെയാണ്. പക്ഷെ ഈ കുട്ടി ഇവിടെ വന്ന് മേക്കപ്പും കാര്യങ്ങളും ഇന്നലെ വന്നതൊക്കെ ഇന്നേക്ക് 3 ദിവസമായി. അതെ, പിന്നെ മാത്രമല്ല ഇവക്ക് വേറൊരു കാര്യം കൂടെ എന്താണെന്നറിയോ? ഇവരൊക്കെ ഏത് പാതിരാത്രിക്ക് വന്ന് ചെയ്താലും റെഡിയാണ്. അതാണ് വലിയൊരു ഗുണം. ഇപ്പൊ ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ് മെഹന്തി ഇട്ടു അല്ലെ. മെഹന്തി ഇട്ട് അവിടെ തീർന്നത് 12 മണിക്കാണ് ശരിക്കും പോയത്. 12-12:30 ആയപ്പോഴാണ്. പകലല്ല, രാത്രി എന്നിട്ടാണ് ഇവിടുന്ന് പോവാൻ പറ്റിയത് അവർക്ക്. ബേസ് ठीक है. അപ്പൊ ഇപ്പൊ ബേസ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത് നമ്മൾ പറഞ്ഞത് 5 മണി അല്ല 4-4:30 തീരണം എന്നാണ് അല്ലെ. 3 മണി തൊട്ട് 4-4:30 വരെ. പക്ഷെ ഇവിടെ 1 മണിക്കൂർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം 2 മണിക്കൂറാണ്. അതെന്തിനാണ് എനിക്ക് മനസ്സിലായത്. ഇന്നലെ വരഞ്ഞാണ് മനസ്സിലായത്. ഫേഷ്യൽ ചെയ്താൽ പറ്റി, മേക്കപ്പ് അല്ല. ഫേഷ്യൽ ചെയ്ത് 1 മണിക്കൂർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇരുന്ന് 2-3 മണിക്കൂർ ഫേഷ്യൽ ചെയ്തിട്ടുണ്ട്. മെഹന്തി ഇടുന്നത് ഏകദേശം ഒരു 4-5 മണിക്കൂർ. ചെറിയ കുഞ്ഞുണ്ട് അല്ലെ. ഹസ്ബൻഡ് കൊണ്ട് ഉണ്ടാക്കിട്ട് വന്നാണ്. വിളിക്കാനും വന്നു. എന്നിട്ട് അവർക്ക് വീട്ടിൽ പോകേണ്ട വർത്താനൊന്നുമില്ല കേട്ടാ. ഇട്ട് പിന്നെ അത് ശരിയല്ല പറഞ്ഞു. അതിന് കളഞ്ഞ് വീണ്ടും ഇട്ട് രാത്രി 12:30 അത് മൊത്തം മാറിപ്പോയി കേട്ടോ. ആദ്യം വൈറ്റ് ആയിരുന്നു, അത് ബ്രൗൺ ആയി ബ്ലാക്ക് എന്തൊക്കെ ആയിട്ടുണ്ട്. ഗോൾഡൻ കളർ അല്ലേ ഇതൊരു മേക്കപ്പിലായിരുന്നു. ഇനിയിപ്പോ എന്തൊക്കെയാണോ ഒരു ഗോൾഡൻ കളർ लेयर वनु. ये क्या है शारदा? ये पाउडर मतलब लूज पाउडर. പൗഡർ വളരെ പേഷ്യന്റ് ആയിട്ട് ഇങ്ങനെ ഇരുന്ന് കൊടുക്കുകയാണല്ലോ കുറെ നേരമായിട്ട്. ചെറിയൊരു ടെൻഷനും കൂടെ നമുക്ക് കറക്റ്റ് സമയത്തിനുള്ളിൽ തീരുമെന്നുള്ളത് അല്ലെ. ഐ മേക്കപ്പ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഇതിന് കുറെ ലേസ് ഒക്കെ കാണൂല്ലേ. നമുക്ക് ലൈഡ് ഇല്ലാത്തവർ ഇങ്ങനെ പറയുന്നതിൽ കാര്യമില്ല. അല്ല, ഇവിടെ നല്ല എക്സ്പേർട്ട് ആണ്. അപ്പൊ അതാണ് ടെൻഷൻ നല്ലതായിരുന്നു. അതുകൊണ്ടാണ് നമ്മള് ചൂസ് ചെയ്തത്. നോക്കാട്ടോ, എല്ലാവരും അഭിപ്രായം പറയണ ഐ മേക്കപ്പ് എങ്ങനെയുണ്ടെന്നൊക്കെ. ലെൻസ് വെക്കണമെന്നുണ്ടായിരുന്നു. ബ്യൂട്ടിഷ്യൻ സജസ്റ്റ് ചെയ്തു ലെൻസ് വേണ്ട ഈ ടൈമല്ലേ. അതുകൊണ്ട് അവളെന്നോട് പറഞ്ഞതാ പ്രഗ്നൻസി ടൈമിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടായാലോ എന്ന് വിചാരിച്ചിട്ട് വയ്ക്കാഞ്ഞിട്ടാണ്. ज्यादा क्रीम मत करना। नहीं डार्क में ज्यादा डार्क नहीं करूंगी। हाँ बट बहुत लाइट नहीं चाहिए। लाइट कलर है ना, ज्यादा लाइट भी नहीं। बड़ा बड़ा लॉन्ग है इधर थोड़ा छोटा है। हाँ नहीं हमारा അല്ലേ തോന്നില്ലേ? ഇവിടെ കുറച്ച് ഒരു കോർണർ പോലെ പൊങ്ങിയിട്ടാണ് ഇതിൻ്റെ ഉള്ളത് ഇതില്. ഹലോ ഗായ്സ്, അപ്പൊ നമ്മുടെ മേക്കപ്പ് ഏകദേശം ഇത്രയും ആയിട്ടുണ്ട്. മൈക്ക് സത്യം പറഞ്ഞാൽ ഇവിടെ എവിടെയോ മിസ്സായി പോയി. അതുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കേണ്ടി വരുന്നത്. അച്ഛനാണ് ഇപ്പോൾ ഷൂട്ട് ചെയ്ത് തരുന്നത്. ബാക്കി എല്ലാവരും നമ്മുടെ പ്രോഗ്രാം നടക്കുന്ന സ്ഥലത്തേക്ക് പോയിട്ടുണ്ട്. നമ്മുടെ ബ്യൂട്ടീഷ്യൻ ചെറുതായിട്ട് നമ്മളെ പറ്റിച്ചു. 1 മണിക്കൂർ ലേറ്റായിട്ട് വന്നു. അതുകൊണ്ടാണ് മൊത്തം ഹരിബറിയായി പോയി. എന്തായാലും ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക്. ഇവർക്ക് സാരി നമ്മുടെ രീതിയിൽ സാരി ഉടുക്കാനൊന്നും അറിയില്ല. ഇവര് ഫ്രണ്ടിലേക്കാണ് ഉടുക്കുക. അപ്പം ഞാൻ കുറച്ച് പറഞ്ഞു കൊടുത്തു എനിക്ക് അറിയുന്ന രീതിയിലൊക്കെ അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. ഇതാണ് ഹെയറിൻ്റെ ഇത് വരുന്നത്. അപ്പം എനിക്കിവിടെ ചെറിയ ഹെയർ ഉണ്ട്.
ഞാൻ പറഞ്ഞ എല്ലാം കണ്ടിട്ട് ലാസ്റ്റ് ഒന്ന് ഫിക്സ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ മേക്കപ്പ് ഇപ്പോൾ ഉള്ളത്. നിങ്ങളെ അഭിപ്രായം പറയണേ. ഇത് എനിക്ക് സത്യം പറഞ്ഞാൽ കറണ്ട് ഇല്ലായിരുന്നു. ഇപ്പോൾ ഇവിടെ മഴയും പെയ്തു, കറണ്ടും പോയി. എന്നിട്ട് ഈ മൊബൈലിലെ ലൈറ്റിൽ ഇങ്ങനെ കുറേയൊക്കെ ചെയ്തതാണ്. അപ്പോൾ ബാക്കി ഓർണമെന്റ്സ് ഒക്കെ വരുമ്പോൾ ഇനി നമുക്ക് ഫൈനൽ ലുക്ക് കാണാം. കുറച്ച് മുല്ല മുട്ടൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്, ഇനി അതും കൂടി വരണം. നമുക്കവിടെ ആക്ച്വലി ടൈം ഒരുപാട് വൈകിട്ടുണ്ട്. അപ്പോൾ ഫോട്ടോഗ്രാഫറൊക്കെ വന്ന് തിരിച്ചയച്ചു. എന്താണെന്ന് അറിയില്ല, 2 ദിവസമായിട്ട് ഇവർ രണ്ടുപേരും മെഹന്തി വന്നതും വൈകിപ്പോയി, ഇവരും വൈകിപ്പോയി. അപ്പോൾ അങ്ങനത്തെ ഒരു ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മുഹൂർത്തം രാവിലെ ആയിരുന്നു ശരിക്കും നമ്മുടെ ഈ ചടങ്ങിൻ്റെ. അത് നമ്മൾ ഒരു ചെറിയൊരു ചടങ്ങ് ചെയ്ത് വെച്ചു മോർണിംഗിൽ. ഓക്കെ, എന്നിട്ട് ഇനി രാത്രി ഫംഗ്ഷൻ എന്നുള്ള രീതിയിലാണ്. രാത്രി മീൻസ് 6 മണിക്കാണ് ഫംഗ്ഷൻ തുടങ്ങേണ്ടത്. അപ്പോൾ ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണ്ട എനിക്ക് പോകണമെങ്കിൽ. അപ്പോൾ ഇതാണ് എൻ്റെ ബ്രൈഡൽ ബ്രൈഡലല്ല, നമ്മുടെ വളക്കാപ്പിനുള്ള സാരി കേട്ടോ. കാണുന്നുണ്ടോ സാരി? അച്ഛാ കാണുന്നുണ്ടോ അച്ഛാ? സാരി കുറച്ചാണ് കാണുന്നത്. ഇനി ഞാൻ അവിടെ നിന്ന് എന്തായാലും നമുക്ക് എടുത്തിട്ട് വൃത്തിയായിട്ട് കാണാം. ഓക്കെ, പിന്നെ ഞാൻ എല്ലാം കൂടി ചെയ്തിട്ട് ഫൈനൽ ലുക്ക് കാണിച്ചു തരാം. ഇപ്പൊ കണ്ടോ, എനിക്കിനി ഹെയർ ഫിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഹെയർ എക്സ്റ്റൻഷൻ ഞാൻ ഒരു ഇതൊക്കെ ചെയ്യുന്നുണ്ട്. ഇതിലിപ്പോ ഞാൻ പറഞ്ഞില്ലേ മുല്ലമുട്ട്, പിന്നെ റോസും കൂടി വെക്കാനുണ്ട്. അപ്പോൾ റോസ് നമുക്ക് വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇവള് എന്തൊക്കെ ചെയ്യുന്നതെന്നുള്ളത് എനിക്ക് അറിയുന്നില്ല, നമുക്ക് നോക്കാം. കമന്റ് ചെയ്യണേ. മേക്കപ്പ് എനിക്ക് വലിയ എന്താ പറയാ മോശമായിട്ടൊന്നും തോന്നിയില്ല, നല്ലതായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇനി നമ്മുടെ പ്രേക്ഷകരുടെ അഭിപ്രായം തീർച്ചയായിട്ടും പറയണേ. ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഞാൻ എഴുന്നേറ്റ് സാരിയൊന്ന് കാണിച്ചു തരാം. ഓക്കെ, എന്താണെന്നറിയോ, ആകെ 2 മണിക്ക് വരേണ്ട ആളാണ്, എത്തിയത് 4 മണിക്ക്. പിന്നെ ഞാൻ പറഞ്ഞത് 5 മണിക്ക് പോകണമെന്ന്. അപ്പോൾ എൻ്റെ മിസ്റ്റേക്ക് കൂടിയാണ്. ഇടയ്ക്ക് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു 2-3 പ്രാവശ്യം വരണം. പക്ഷെ അങ്ങനെ ആയിപ്പോയി. ഓക്കെ അല്ലേ, ചില സമയങ്ങളിൽ നമുക്ക് അങ്ങനെയൊക്കെയാണ് കിട്ടുക. അപ്പോൾ എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടു മേക്കപ്പ്, കുഴപ്പമില്ലാന്ന് ഫീൽ ചെയ്യണം. ഇനി ബിന്ദി വരാനുണ്ട്. ഇത് സൈഡിലേക്ക് പോകുന്നുണ്ട് ഈ സാധനം പറയാം ചെയ്യാൻ. വളയൊന്നും ഇട്ടിട്ടില്ല. എന്താ മെഹന്തി ഇതാണേ, കാണുന്നുണ്ട് അച്ഛൻ മെഹന്തി ക്യാമറയിൽ? അച്ഛനെ കൊണ്ടാണ് ഞാൻ ചെയ്യിപ്പിക്കണേ. മെഹന്തി ഇട്ട ശേഷം നമ്മുടെ ലുക്ക് ഏകദേശം ഇങ്ങനെയാണ് ആയിരിക്കുന്നത്. മെഹന്തി ഇട്ടിട്ട് ലാസ്റ്റ് ഫൈനൽ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ കുറേ കാര്യങ്ങൾ നമുക്ക് ഒഴിവാക്കേണ്ടി വന്നു ഇതുകൊണ്ട്. ഞാൻ വേറെ കുറച്ച് ചടങ്ങൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അത് ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. പിന്നെ അമ്മ ഒരു മേക്കപ്പും ചെയ്യാനാണ് പോയിരിക്കുന്നത്, പാവം അമ്മ. ഞാൻ അമ്മയ്ക്ക് അവിടെ ചെന്നിട്ട് ചെയ്ത് കൊടുക്കണമെന്ന് വിചാരിക്കുന്നത്. നമ്മുടെ ഗസ്റ്റൊക്കെ എത്തി തുടങ്ങിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്, എത്തിയിട്ടുണ്ടാവും. പിന്നെ എന്താണ്, ഫോട്ടോഗ്രാഫർ ഇവിടെ വന്നിട്ട് ഷൂട്ട് ചെയ്യേണ്ടതായിരുന്നു കുറച്ച് സീൻസ്. നമ്മുടെ ഈ ഗ്രീനറി, നമ്മുടെ പാർക്കൊക്കെ ഉണ്ട്, അപ്പോൾ അവിടെ നിന്നൊക്കെ ഷൂട്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഫോട്ടോഗ്രാഫറും തിരിച്ചു പോയി. ഇറ്റ്സ് ഓക്കെ, അവിടെ നിന്ന് നമുക്ക് പറ്റുന്ന എടുക്കാം അല്ലേ. ഈ ഹെയർ ഞാൻ കുറച്ച് എൻ്റെ ഇതല്ലേ ഫോർഹെഡ് കുറച്ച് ഇതാണ്, ബ്രോഡാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു അത് അവിടെ ഇരുന്നോട്ടെ, എന്നിട്ട് ഇങ്ങനെ വെക്കാനാണ് അവളോട് പറഞ്ഞത്. അപ്പോൾ അവിടെ ഒരു ബീഡൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് വെച്ച് കൊടുത്താൽ ഭംഗിയാകുമല്ലോ, നോക്കാം അങ്ങനെ പറ്റുമെന്ന്. ഇതാണ് ഫൈനൽ ലുക്ക്. അപ്പോൾ വളകാപ്പിന്റെ വിശേഷങ്ങളായിട്ട് വേഗം തന്നെ വരാം. സാരിയെക്കുറിച്ചും മേക്കപ്പിനെ കുറിച്ചും പിന്നെ നമ്മുടെ വീഡിയോയെ കുറിച്ചും ഒക്കെ ഇഷ്ടമാണെങ്കിലും ഇല്ലെങ്കിലും കമന്റ് ചെയ്യണം. പിന്നെ നിങ്ങളുടെ സജഷൻസും ഫീഡ്ബാക്സും തീർച്ചയായിട്ടും അറിയിക്കണം. അതുവരേക്കും ബൈ.